ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ്. തലേ ദിവസമേ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. ഇനി 4 സവാള ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരുന്നതാണ്. ആ എണ്ണയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ നടുഭാഗം ഒന്ന് ഒതുക്കിയിട്ട് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും നമുക്കതിലേക്ക് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാം പകുതി വാടിയതിന് ശേഷം നമ്മൾ തക്കാളി ചേർക്കുകയാണ്. ഒരു 4 തക്കാളിയാണ് അതിലേക്ക് ചേർത്തത്. ഇനി നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഇപ്പോൾ പകുതി വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് 1 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും 2 സ്പൂണോളം മല്ലിപ്പൊടിയും 1/2 സ്പൂണോളം മുളക് പൊടിയും ചേർത്തൊന്ന് ഇളക്കാം. ഇനി നമുക്ക് ഒരു സ്പൂണോളം ഗരം മസാല ചേർക്കാം. 1 സ്പൂണോളം കുരുമുളക് പൊടി ചേർക്കാം. എല്ലാം കൂടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് പാകത്തിനുള്ള കല്ലുപ്പ് ചേർക്കാം. നല്ല ഫ്രഷായിട്ടുള്ള മല്ലിയില കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കടയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നമുക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. അതുപോലെ പുതിനയിലയും നല്ല ഫ്രഷായിട്ടുള്ളതാണ് കിട്ടിയത്. ഇനി നമുക്ക് കുറച്ച് പുതിനയില കൂടി ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതാ കണ്ടോ, നമ്മുടെ മസാല ഗ്രേവി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർക്കാം. പെട്ടെന്ന് റെഡിയാക്കാം. ഇങ്ങനെ ചിക്കൻ പൊരിച്ച് വെച്ചിട്ട് നമ്മൾ മസാല തയ്യാറാക്കിയാൽ. ഇനി ഇതൊന്ന് ചെറിയ തീയിലൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റോളം. നമ്മുടെ ചിക്കൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 കപ്പ് തൈര് അതിലേക്ക് ചേർക്കാം. തൈരൊന്ന് ചേർത്ത് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അവിടെ ഇരുന്ന് മസാല പിടിക്കട്ടെ. ഇനി നമുക്ക് ചോറിൻ്റെ രീതി നോക്കാം. വെള്ളമെല്ലാം തിളച്ചിട്ടുണ്ട്. ചോറ് വെക്കുന്ന രീതി എല്ലാവർക്കും അറിയാമായിരിക്കും. വെള്ളം തിളച്ചതിന് ശേഷം പാകത്തിന് ഉപ്പിട്ട് കുരുമുളകും ഏലയും പട്ടയും ഗ്രാമ്പും ഒക്കെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യിലേക്ക് കിസ്മിസ് അണ്ടിപ്പരിപ്പുമെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സവാള നീളത്തിലരിഞ്ഞത് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ അരിയൊക്കെ ഇട്ട് ചോറ് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബിരിയാണിയും നെയ്ച്ചോറും ഒക്കെ വെക്കുമ്പോൾ അരി 80% വരെ വേകാവുള്ളൂ. ഇതുപോലെ ഇരിക്കണം, വെന്ത് പോകരുത്. ഇനി ദമ്മിൽ കുറച്ച് വേവാനുള്ളതാണ്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ദമ്മിടാം. ഇനി ഞാൻ ചെയ്യുന്നത് ബിരിയാണിക്കൊരു കളർഫുള്ളൊക്കെ വരാൻ വേണ്ടി 2 ഗ്ലാസ്സിലായിട്ട് കുറച്ച് പാലെടുത്തിട്ടുണ്ട്. റെഡ് കളറ് അതിലേക്ക് ചേർത്ത് ഒന്ന് കലക്കിയെടുത്ത് യെല്ലോ കളറും ചേർത്ത് കലക്കിയെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഞാൻ വീഡിയോ നീളത്തിലെടുത്തിരിക്കുന്ന ഷോർട്സിന് വേണ്ടി എടുത്തതാണ്. പിന്നെ അങ്ങ് ഫുൾ വീഡിയോ ആക്കിയതാണ്. നിങ്ങൾ സ്ക്രീനിലൊന്ന് ടച്ച് ചെയ്താൽ നല്ല രീതിയിൽ വീഡിയോ കാണാൻ പറ്റും. ഇനി നമുക്ക് ബിരിയാണി ചെമ്പിലേക്ക് ദമ്മിടാം. ആദ്യം നമുക്ക് കുറച്ച് മസാല അതിലേക്ക് ചേർക്കാം. ഒന്ന് നിരത്തി എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഇനി നമ്മൾ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർക്കുന്നത്. ഇനി നമുക്ക് പകുതിയോളം ചോറ് അതിൻ്റെ മുകളിലിടാം. ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തതിൻ്റെ നെയ്യ് ബാലൻസ് ഇരുന്നത് അതിലേക്ക് ചേർക്കാം. കുറച്ച് ക്യാരറ്റ് ചേർക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കിസ്മിസും ഒക്കെ ചേർക്കാം. കുറച്ച് പുതിനയും മല്ലിയിലയും ചേർക്കാം. വീണ്ടും നമ്മൾ അതുപോലെ ലെയറുകളായിട്ട് മസാല ചേർക്കാം. അതിൻ്റെ മേലേക്ക് ചോറ് ബാക്കിയുള്ള ചേർത്തു. അതുപോലെ തന്നെ ബാക്കിയുള്ളത് എല്ലാം മേളിൽ ചേർത്തു. ഒരു കളർഫുള്ളിന് വേണ്ടിയാണ് ഞാൻ ആ കളറൊക്കെ ആഡ് ചെയ്തത്. ഓപ്ഷണലാണ്. കാണാൻ തന്നെ ഒരു ഭംഗി കാണും. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയായിരിക്കുകയാണ്. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സാൾട്ടഡ് ബട്ടർ സൗദി കിച്ചൻ ഫോളോ ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.
ഇനി നമുക്ക് അതിലേക്കൊരു സലാഡ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഉള്ളി, കുക്കുംബർ, ക്യാരറ്റ് എല്ലാം കട്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം ഒരു പകുതി ആപ്പിൾ അതിലേക്ക് കട്ട് ചെയ്ത് ചേർക്കാം. ആപ്പിളിൻ്റെ ചെറിയ മധുരവും തൈരും എല്ലാം കൂടി ആകുമ്പോൾ, പുളിപ്പും എല്ലാം കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്.